മനസ്സിലേക്ക് വരുന്നു സ്വന്തം പിതാവ് മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം. കണ്ണിന്റെ കാഴ്ച പോയിരുന്നു, കാഴ്ചയൊക്കെ തിരിച്ചു കിട്ടി മുഅ്ജിസത്ത് കാരണം. മകന്റെ മുഅ്ജിസത്ത് കൊണ്ട് വാപ്പാന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടി. വാപ്പ നബിയാണ്, അത് വലിയൊരു അത്ഭുതമാണ്. പിന്നെ വരുന്നു യൂസുഫ് നബിയുടെ ഉമ്മയുണ്ട് റാഹിൽ ബീവി റളിയല്ലാഹു അൻഹ. റാഹിൽ അതാ ഇംഗ്ലീഷുകാരെ റൈച്ചൽ എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷ് റൈച്ചൽ എന്ന് വിളിക്കുന്നത് റാഹിൽ ബീവിയാണ്. റാഹിൽ ബീവി യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയാണ്, ബിന്യാമീൻ എന്നിവരുടെയും ഉമ്മയാണ്. ബാക്കി 10 സഹോദരങ്ങളുടെ ഉമ്മ വേറെയാണ്. അവർ കടന്നു വരുന്നു. പിന്നെ 11 സഹോദരങ്ങൾ. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ്. കൊച്ചുനാളിൽ യൂസുഫ് നബി കണ്ടത് എന്താ കണ്ടത്? യാ അബതി ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമർ റഅയ്തുഹും ലീ സാജിദീൻ. ഉപ്പാ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എൻ്റെ മുമ്പിൽ വന്ന് വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു, സുജൂദ് ചെയ്യുന്നതായിട്ട്. മോനെ, ഈ സ്വപ്നം ആരോടും പറയല്ലട്ടാ. ആ സൂര്യനാണ് വാപ്പ, ആ ചന്ദ്രനാണ് ഉമ്മ, 11 നക്ഷത്രങ്ങളാണ് 11 സഹോദരങ്ങൾ. അവർ യൂസുഫ് നബിയുടെ മുമ്പിലേക്ക് വന്നു. ഖറൂ സുജ്ജദൻ, അവരെല്ലാവരും യൂസുഫ് നബിയോടുള്ള ബഹുമാനം കൊണ്ട് സുജൂദിൽ വീണു. അവരുടെ ശരീരത്തിൽ അത് പറ്റുമായിരുന്നു, സുജൂദിൽ വീണു. എന്താ യൂസുഫ് നബിക്ക് അവിടെ പറയാനുള്ളതെന്ന് നോക്കണേ. അധികാരമുണ്ട്. കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായി പുലരുന്നു. ഉമ്മയും വാപ്പയും പിന്നെ 11 സഹോദരങ്ങളും തന്റെ മുമ്പിൽ വന്ന് പ്രണാമം നമിച്ച് നിൽക്കുമ്പോൾ യൂസുഫ് നബി പറയുന്ന വാക്കെന്താണെന്നറിയോ? മുതലാളിമാർ കയ്യിൽ കാശ് കിട്ടുമ്പോൾ അല്ലാഹുവിനെ മറന്നുപോകുന്നവർ ഒന്ന് ചേർത്ത് വെക്കണേ. യൂസുഫ് നബി പറയുന്ന വാക്കെന്താണെന്ന് കേൾക്കണേ. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസ് فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. അല്ലാഹുവേ, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക്, നീ എനിക്ക് രാജാധികാരം തന്നിട്ടുണ്ട് റബ്ബേ. വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസ്, സ്വപ്നത്തിന്റെ വ്യാഖ്യാനവും നീ എനിക്ക് പഠിപ്പിച്ചു തന്നു. ഫാത്തിറ അസ്സമാവാതി വൽ അർദ്, ഈ ഭൂമിയും ആകാശങ്ങളുമെല്ലാം പടച്ച റബ്ബേ. അൻത വലി ഫിദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ സംരക്ഷകൻ നീയാണ് റബ്ബേ. തവഫനി മുസ്ലിമാ, യൂസുഫ് നബിക്ക് വേണ്ട ഒരേ ഒരു കാര്യം, തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ. കഴിഞ്ഞില്ല. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സജ്ജനങ്ങളായ നല്ല മനുഷ്യരുടെ കൂട്ടത്തിലേക്ക് എന്നെയും ഉൾപ്പെടുത്തേണമേ. സ്വാലിഹീങ്ങൾ എന്ന് പറയുന്നവർ മിസ്കീന്മാരാണ് കൂടുതലുള്ളത്, മനസ്സിലാക്കണം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അധികാരം കിട്ടിയപ്പോൾ പറഞ്ഞത് അതാണ്. യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞതും അത് തന്നെയാണ്, എനിക്ക് സ്വാലിഹീങ്ങളുടെ കൂടെ ഇരിക്കണം. പൈസ ഉണ്ടായാൽ പിന്നെ സ്വാലിഹീങ്ങൾ ഇരിക്കുന്ന ദിക്റിന്റെ മജ്‌ലിസിൽ വന്നിരിക്കുന്നുണ്ട് ആൾക്കാർ. അവർ കിട്ടുമോ അതിനെ? നിസ്കാരം കഴിഞ്ഞാൽ ഇമാമിനോടൊത്ത് ഒന്ന് ദുആ ചെയ്ത് വദുബറ കുല്ലി സ്വലാത്തിൻ മക്തൂബ, ഫർളായ നിസ്കാരത്തിന്റെ പിറകെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. നമ്മൾ ഉസ്താദ് ദ്വാരക്ക, നമ്മൾ ആമീൻ പറയാ. ആമീൻ പറയുന്നവരും ദ്വാരക്ക തന്നെയാണല്ലോ. വൽ മുഅമ്മിനു ദാഇൻ, അതൊരു ദുആയാണ്. ആ ദുആക്ക് കിട്ടൂല ഇത്തരം ആളുകളെ. അവർ തിരക്കാണ്, ബിസിനസ്സാണ്, തിരക്കാണ്. 1 മിനിറ്റ് കൊണ്ട് ഇത്ര പൈസ ഉണ്ടാക്കാൻ പറ്റും പറഞ്ഞ് ഓടുകയാണ്. യൂസുഫ് നബി പറഞ്ഞ എന്താണെന്നറിയോ? എനിക്ക് ഈ സ്വാലിഹീങ്ങൾ മതി, ഈ സ്വാലിഹീങ്ങൾ മതി. മഹാനായ പ്രവാചകൻ സുലൈമാൻ അലൈഹിസ്സലാം രാജാധികാരവും നുബുവത്തും അല്ലാഹു കൊടുത്ത നബിയാണ്. കാറ്റിലൂടെ പറക്കുമായിരുന്നു. നമ്മുടെ റൈറ്റ് ബ്രദേഴ്സ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇൻവിസിബിൾ ഫ്ലൈറ്റ്, അവിടേക്ക് എത്താൻ ഇന്നും ലോകത്തിനായിട്ടില്ല. സുലൈമാൻ നബിയുടെ ഫ്ലൈറ്റ് എങ്ങനെയാണ്? കാറ്റിലൂടെയുള്ള യാത്രയാണ്. കാറ്റൊരു വിരിപ്പാക്കി കൊടുക്കുക അല്ലാഹു. പോട്ടെ എന്ന് പറഞ്ഞാൽ പൊങ്ങാണ്. യൂസുഫ് നബിയും ആയിരക്കണക്കിന് പരിവാരങ്ങളും ഇങ്ങനെ പോകും. അപ്പൊ താഴെയുള്ളവർക്ക് കാണാൻ പറ്റും അവരിയ്ക്കുന്നത്. അങ്ങനെ ഇന്ത്യയിലേക്ക് മഹാൻ ചെയ്ത ഒരു യാത്രയെ നബി തങ്ങൾ പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാഫറ ഇലൽ ഹിന്ദ്, ഇന്ത്യ അന്നൊക്കെ ചരിത്രത്തിലുള്ളതാണ്. അന്നൊക്കെ നബി തങ്ങൾ തന്നെ ഒരു ഹദീസിലുണ്ട്, ഇന്ത്യയിൽ നിന്നൊരു സുഗന്ധത്തിന്റെ കാറ്റടിച്ച് വീശുന്നു എന്ന്. ഇന്ത്യയിൽ ഉള്ള മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ, ഇവിടുത്തെ ഉലമാഇന്റെ സാന്നിധ്യമാണ് ആ സൂചിപ്പിക്കുന്നത്. ഇന്ത്യ അങ്ങനത്തെ ഒരു സുഗന്ധമുള്ള നാടായിട്ട് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എ കൂൾ ബ്രീസ് ഫ്രം ഇന്ത്യ, ഫ്രം ഹിന്ദ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. എൻ്റെ സുഹൃത്ത് മുജീബ് ജയ്ഹുവിൻ എഴുതിയതാണ്. അദ്ദേഹം ഷാർജയിൽ ജോലി ചെയ്യാണ്, അവിടെ പഠിച്ച ആളാണ്. അവിടെ ഇംഗ്ലീഷിൽ ഒരുപാട് പുസ്തകങ്ങളും കവിതകളും എഴുതി. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഈ ഹദീസിനെ ആസ്പദമാക്കി, കൂൾ ബ്രീസ് ഫ്രം ഹിന്ദ്. കൂൾ ബ്രീസ് ഫ്രം ഹിന്ദ്, ഇന്ത്യയിൽ നിന്ന് ഒരു സുഗന്ധ കാറ്റ് എന്നാണ് വലിയൊരു കവിതാശേഖരമാണത്, ഇംഗ്ലീഷിലാണ്.
അദ്ദേഹം ഇപ്പോൾ കാനഡയിലുള്ളത്, ഒരു യാത്രക്ക് പോയതാണ്. അള്ളാഹു എല്ലാം ഖൈറാക്കി കൊടുക്കട്ടെ. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഏതായിരുന്നാലും ഇന്ത്യയിലേക്ക് വരികയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. ഇന്ത്യയിലേക്ക് വരുമ്പോഴേ ഒരു കർഷകന്റെ കൃഷിയിടത്തിന്റെ മേലെ കൂടെയാണ് ഈ ഫ്ലൈറ്റ് പോകുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഫ്ലൈറ്റ്. കാറ്റാണത്, കണ്ടാലൊന്നും ഉണ്ടാവില്ല, പക്ഷെ ആളുകൾ ഇരുന്ന് ഇങ്ങനെ യാത്ര പോകുന്നു. അപ്പൊ ഈ കർഷകൻ ഈ മഴും പിടിച്ചിട്ട് ഇങ്ങനെ ഈ പോകുന്ന കാഴ്ച കണ്ടപ്പോൾ നൃത്തം നിന്നിട്ടുണ്ട്. എന്നിട്ടൊരു വാക്ക് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ലഖദ് ഊതിയ ആലു ദാവൂദ മുൽക്കൻ അദീമാ ലഖദ് ഊതിയ ആലു ദാവൂദ മുൽക്കൻ കബീറാ. സുബ്ഹാനല്ലാഹ്, ദാവൂദ് നബിയുടെ മക്കൾക്ക് നീ കൊടുത്ത അധികാരമേ, ഇതിന്റെ ഒരു വൽപ്പമേ, ഇതിന്റെ ഒരു വണ്ണമേ, ഇതിന്റെ ഒരു മഹത്വമേ. ചിന്തിക്കാൻ പറ്റൂലല്ലോ, വായുവിലൂടെ പോവല്ലേ, ഒരു മാസം എടുക്കുന്ന യാത്ര. അതായത് ഒരു 3000 കിലോമീറ്ററൊക്കെ രാവിലത്തെ 1 മണിക്കൂറിൽ കവർ ചെയ്യും സുലൈമാൻ നബിന്റെ ഫ്ലൈറ്റ്. വൈകുന്നേരം ട്രിപ്പ് അടിക്കും, ആ ട്രിപ്പിൽ ഒരു 3000 കിലോമീറ്റർ കൂടും. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും ഇത്? ഖുർആൻ പറയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഫ്ലൈറ്റും റോക്കറ്റും കണ്ടിട്ടൊന്നും നമ്മൾ നെട്ടൂല. എന്തെന്നറിയോ, ഇതിനപ്പുറമുള്ള മുഅ്ജിസത്തുകൾ അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തിയതിന് ശേഷം ഇതൊക്കെ നമ്മൾ കാണുന്നത്. സുലൈമാൻ നബി അലൈഹി സ്വലാം അവിടെ ലാൻഡ് ചെയ്യാൻ പറഞ്ഞു, ഫ്ലൈറ്റ് ഇവിടെ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. ആ വയലിൽ തൊട്ടപ്പുറത്ത് കൊണ്ടുപോയി ഇറക്കി. സ്വഹീഹായ സംഭവമാണ്, നമ്മുടെ കിതാബുകൾ ഉലമാക്ക് രേഖപ്പെടുത്തിയതാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം നടന്നു വരികയാണ്. കാരണം ഉറുമ്പിന്റെ ശബ്ദം കേട്ട മഹാനാണ് സുലൈമാൻ അലൈഹിസ്സലാം. സൂറത്തുൻ നംലുണ്ട്, ഉറുമ്പ് എന്ന സൂറത്തിന്റെ പേര്. സുലൈമാൻ നബി ഉറുമ്പിന്റെ ശബ്ദം കേട്ടത്. ഹുദ്ഹുദ് എന്ന വുഡ് പെക്കർ എന്ന് പറയുന്ന ഹുപ്പു എന്ന് പറയുന്ന പക്ഷിയുമായി സുലൈമാൻ നബി സംസാരിച്ചതാണ് ആ ചരിത്രത്തിലുള്ളത്. മറ്റൊരു ഭാഗം, ജിന്നുകളും ശൈത്താന്മാരും സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ വേലക്കാരാണ്. ഒരു ജിന്ന് ഒരാളെ മേത്ത് കയറി കൂടി ആളെ ഇറക്കാനുള്ള പണി എത്രയാ നമുക്ക്? കോടിക്കണക്കിന് ജിന്നുകൾ സുലൈമാൻ നബിന്റെ മുമ്പിൽ ഞാൻ തലയെത്തിരിക്കുന്ന പറഞ്ഞ അതുപോലെയാണ്, അനങ്ങാൻ പറ്റൂല അവർക്ക്. ശൈത്താന്മാർ മുഴുവനും സുലൈമാൻ നബിന്റെ ഖാദിമീങ്ങളാണ്, വിടൂല. അത്രയും കരുത്തുള്ള നബിയാണ്. പക്ഷെ എന്താ പറയാൻ പോണെന്നറിയോ? ഇതൊക്കെ കാണുമ്പോൾ നമ്മളിപ്പോൾ ഒരു വലിയ വീടോ അല്ലെങ്കിൽ വലിയ സൗകര്യം സെറ്റപ്പ് കാണുമ്പോൾ ആവൂ എന്ന് പറയില്ലേ? നിങ്ങൾക്ക് കേൾക്കണോ? എന്താണ് ഏറ്റവും വലിയ ആവൂ എന്ന് പറയാൻ പറ്റിയ സാധനം എന്താണെന്നറിയോ? സുലൈമാൻ നബി അലൈഹി സ്വലാം പഠിപ്പിച്ചു തരികയാണ്. ആ വയലിൽ മഴവും പിടിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ മൺവെട്ടിയും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ആ ഒരു കർഷകന്റെ മുമ്പിലേക്ക് സുലൈമാൻ അലൈഹി സ്വലാം ഇയാളെ പേടിച്ചു. ഇങ്ങനൊരു VIP ഇറങ്ങി വരെ, പഠിച്ചവനെ, സുലൈമാൻ നബിയാണ് റബ്ബേ എൻ്റെ അടുത്തേക്ക് വരുന്നത്, എന്തു പറ്റി? മാതാ ഖുൽത്, നിങ്ങൾ എന്തേ പറഞ്ഞെന്ന് ചോദിച്ചു. മൂപ്പര് പേടിച്ചു. റബ്ബേ ഞാൻ പറഞ്ഞു കേട്ടോ. പറഞ്ഞു, മാ ഖുൽതു ഇല്ലാ ഖൈറ, ഞാനൊരു നല്ല കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ, പറയൂ നിങ്ങൾ എന്താ പറഞ്ഞത്? പറഞ്ഞു, നിങ്ങളുടെ ഈ പോക്ക് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹി ലഖദ് ഊതിയ ആലു ദാവൂദ മുൽക്കൻ കബീറാ. പടച്ചവനെ, നീ എത്ര പരിശുദ്ധനാണ്, ദാവൂദ് നബിന്റെ മക്കൾക്ക് എത്ര വലിയ അത്ഭുതമാണ്, അധികാരമാണ് റബ്ബേ നീ കൊടുത്തത് എന്നാണ് സുലൈമാൻ നബിയെ ഞാൻ പറഞ്ഞത്. വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പേടിപ്പിക്കാൻ വന്നതല്ല. നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഖൗലുക സുബ്ഹാനല്ലാഹ്, നിങ്ങൾ പറഞ്ഞ സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ ഖൈറും മിമ്മാ ഊതിയ ആലു ദാവൂദ്, ദാവൂദ് നബിന്റെ മക്കൾക്ക് അല്ലാഹു നൽകുന്ന സർവാധികാരത്തെക്കാളും വലുത് നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പറഞ്ഞ ആ ഒരു ദിക്റാണ്. അതാണ് സുലൈമാൻ നബിന്റെ പ്രത്യേകത. പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പൊന്തം വിട്ട് നടക്കല്ല. അമ്പിയാക്കന്മാർ വിനയത്തിന്റെ പ്രതീകങ്ങളാണ്. അവരുടെ സംസാരവും അവരുടെ ജീവിതവും അതല്ലേ ഖുർആൻ അവരെ പരിചയപ്പെടുത്താൻ കാരണം. സുലൈമാൻ നബിക്ക് എന്തൊക്കെ പറയാം അവിടെ, പക്ഷെ പറഞ്ഞ വാക്കെന്താണ്? ഞാൻ പോകുന്ന ഈ ഫ്ലൈറ്റിനെക്കാളും വലുതാണ് നിങ്ങളുടെ നാവ് കൊണ്ട് മനസ്സറിഞ്ഞു പറയുന്ന സുബ്ഹാനല്ലാഹ്. എത്ര വലിയ ഫ്ലൈറ്റോ വാഹനമോ വീടോ അധികാരമോ സമ്പത്തോ കച്ചവടമോ ഷോപ്പിംഗ് കോംപ്ലക്സോ ഇതൊക്കെ പലർക്കും അല്ലാഹു കൊടുത്തേക്കാം. പക്ഷേ നിങ്ങൾ കൈവിടാതെ പിടിക്കേണ്ടത് അള്ളാഹുവിന്റെ ദിക്റാണ്. സുബ്ഹാനല്ലാഹ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടു. 4-ാം ആകാശത്ത് ഇദ്രീസ് അലൈഹിസ്സലാമിനെ പേന കൊണ്ട് ആദ്യമായി എഴുതിയ നബിയാണത്. വൈജ്ഞാനിക വിപ്ലവം ചെയ്ത നബിയാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഇദ്രീസ് നബി അലൈഹിസ്സലാം കണ്ടു. 5-ാം ആകാശത്തുണ്ട് ഹാറൂൻ അലൈഹിസ്സലാം. ബനു ഇസ്രായേലിന്റെ കൂടെയുള്ള ചരിത്രം മറക്കരുത്. മീതയുണ്ട് സ്വന്തം അനുജൻ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. അതിന്റെ മീതയുണ്ട് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ട്. കഅബാലയത്തിന്റെ മീതയുള്ള അൽ ബൈത്തുൽ മഅമൂർ എന്ന ആകാശത്തെ കഅബയുടെ ചുമരിലേക്ക് ചാരിയിരിക്കുന്നുണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം. സുന്ദരനായ നബിയാണത്. നമ്മുടെ റസൂലിനെ പോലെ ഭംഗിയുള്ള നബിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ബൈത്തുൽ മഅമൂറിലേക്ക് ചാരി നിൽക്കുകയാണ്. എന്താ ബൈത്തുൽ മഅമൂറിന്റെ അവസ്ഥ എന്നറിയുമോ? ഫഇദാ, നോക്കുമ്പോഴുണ്ട്, യതൂഫുഹു 70,000 മലക്, 70,000 മലക്കുകളാണ് കഅബയെ, ആ ആകാശത്തെ കഅബയെ തവാഫ് ചെയ്യുന്നത്. 70,000 മലക്കുകൾ. നമ്മുടെ കഅബയെ, ഭൂമിയിലെ കഅബയെ 70,000 ആൾക്കാർക്ക് ഒരു സമയം തവാഫ് ചെയ്യാൻ കഴിയില്ല, സ്ഥലം പരിമിതമാണ്.
പിന്നെ ഇപ്പോഴുള്ള പള്ളിയൊക്കെ പൊളിച്ച് ഒരുപാട് വിശാലാക്കേണ്ടി വരും. 70,000 ആൾക്കൊന്നും ഒരു സമയം റൗണ്ട് ചെയ്യാൻ കഴിയില്ല. ഒരു ടീം കഴിഞ്ഞാൽ അടുത്ത ടീം, അങ്ങനെ ലക്ഷക്കണക്കിനാവാൻ പറ്റും ഒരു ദിവസം. പക്ഷേ ബൈത്തുൽ മഅമൂർ 70,000 ആളുകൾ, 70,000 മലക്കുകൾ. നബി തങ്ങൾ പറഞ്ഞു, ഇസ്തഅദൻതു റബ്ബി അൻ ഉഹദ്ദിസ അൻ മലക്കിൻ മിനൽ മലായിക. ഞാൻ എൻ്റെ റബ്ബിനോട് സമ്മതം ചോദിച്ചു, ഞാൻ അന്ന് കണ്ട മലക്കുകളിൽ ഒരു മലക്കിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ. ഫഅദിന ലി റബ്ബി, എനിക്ക് എൻ്റെ റബ്ബ് സമ്മതം തന്നു, ഞാൻ കണ്ട ഒരു മലക്കിനെ ഞാൻ പറഞ്ഞു തരാം. എന്താ മലക്കിന്റെ വലുപ്പം എന്നറിയോ? മാ ബൈന ശഹ്മതി ഉദ്നിഹി ഇലാ ആതിഖിഹി, ആ മലക്കിന്റെ ചെവിക്കുന്നിയിൽ നിന്ന് തോളിലേക്കുള്ള ദൂരം 600 സന, 600 കൊല്ലം യാത്ര ചെയ്യാനുണ്ട്. അള്ളാഹുവിന്റെ അർശ് കാക്കുന്ന മലക്കിൽപ്പെട്ട ഒരു മലക്കാണത്. 600 കൊല്ലം യാത്ര ചെയ്താലേ ചെവിക്കുറ്റിന്ന് ഷോൾഡറിലേക്ക് എത്തുള്ളൂ. ഹിസ്ഖിയായിൽ എന്നാണ് ആ മലക്കിന്റെ പേരെന്ന് റസൂലുള്ളാഹി സ്വഹീഹായ ഹദീസ്, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണെന്നാണ്, വളരെ പ്രബലമായ ഹദീസാണ്. 70,000 മലക്കുകൾ ആ വിശുദ്ധമായ ബൈത്തുൽ മഅമൂറിനെ തവാഫ് ചെയ്യുന്നു. ദുനിയാവിൽ അള്ളാഹുവിന്റെ കഅബയെ കാണാനും തവാഫ് ചെയ്യാനും ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും അള്ളാഹുവേ ഞങ്ങൾക്ക് ഒരുപാട് ഭാഗ്യം നൽകണേ റബ്ബേ. കഅബാലയം പടുത്തുയർത്തിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ ചാരി നിൽക്കുകയാണ്. എന്താ ചാരി നിൽക്കുക എന്ന് പറഞ്ഞാൽ? അതൊരു വിശ്രമമാണ്, ഒരു വിശ്രമത്തിന്റെ ഇരുത്താണത് ചാരി ഇരിക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ നമ്മൾ നിൽക്കുക ചെയ്യുക, അത് വിശ്രമല്ല. പുസ്തകം വേറെ നിർത്തിയാണെങ്കിൽ പോകായിരുന്നു എന്ന് വിചാരിച്ചിരിക്കണവരൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ തോന്നുക, നിർത്തിയാൽ മതി, ഇങ്ങനെ എത്ര നേരം പോയി നിൽക്കുക. പക്ഷെ ഇരിക്കുമ്പോൾ ഞാൻ ഉറങ്ങാണെങ്കിൽ ഉറങ്ങി കൂട്ടെ, എന്നാലും ഉപ്പര് പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇരിക്കുമ്പോൾ നമുക്ക് ആശ്വാസമാണ്, വിശ്രമത്തിലാണ്. നിൽക്കുമ്പോൾ അങ്ങനെയല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചാരിയിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? ഭൂമിയിൽ ഒരുപാട് അധ്വാനിച്ച നബിയാണത്. കഅബാലയത്തിന്റെ കല്ലുകൾ കൊണ്ടുവന്ന് പടുത്തുയർത്തിയ നബിയാണതിന് അധ്വാനമുണ്ട്. ഇബ്രാഹിം നബി എത്രയാണ് ഫലസ്തീനിന്റെയും മക്കയുടെയും ഇടയിൽ യാത്ര ചെയ്തത്, എന്തൊക്കെ ത്യാഗം ചെയ്തു. അവിടെ റെസ്റ്റ് എടുക്കുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം, അവിടെ റെസ്റ്റാണ്. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ വലൗ കമഫ്ഹസി ഖതാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നഹ്. ശരിക്കും മനസ്സിലാക്കണേ, ആരെങ്കിലും അല്ലാഹ്ക്ക് വേണ്ടി ഒരു പള്ളി എടുത്താൽ, അങ്ങനെ മൻ ബനാ ലില്ലാഹി മസ്ജിദൻ, മൻ ബനാ മസ്ജിദ് എന്നല്ല, പള്ളിയെടുത്തവർക്കൊന്നും സ്വർഗത്ത് കൊടുക്കണമെന്നില്ല. പള്ളി അള്ളാഹ്ക്ക് പള്ളിയെടുത്ത് കൊടുത്തവർക്ക്, എങ്ങനെ മൻ ബനാ മസ്ജിദൻ ലില്ലാഹി എന്നുമല്ല, മൻ ബനാ ലില്ലാഹി മസ്ജിദാ. നിങ്ങളുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ ഇബാദത്താണ്. പടച്ചവനെ ഇബാദത്ത് ചെയ്യാൻ ഒരു ഇടം വേണം. ഇവിടെ ആളുകൾക്ക് പള്ളിയില്ലല്ലോ, അതുകൊണ്ടൊരു പള്ളി എടുത്തു കൊടുക്കുക. ഉള്ള പള്ളിന് മുമ്പ് കൊണ്ടുവന്നുണ്ടാക്കാൻ അതിന് കുറ്റം കിട്ടും, അത് ശിക്ഷയായിരിക്കും. അങ്ങനെ വേസ്റ്റ്, പൈസ വേസ്റ്റ് ആക്കുകയാണ്. മനുഷ്യന്മാർക്ക് ഒരു പള്ളി തന്നെ നിൽക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. കൽബൊന്ന് ശുദ്ധിയായാൽ മതി, എന്നാൽ അവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. കൽബ് ശുദ്ധി അല്ലാത്തതുകൊണ്ട് സ്ഥലമല്ല. എന്നിട്ട് ഇപ്പുറത്തെ പള്ളി എടുക്കുക, എന്നിട്ട് അങ്ങോട്ടൊരു ഫേസ് ടു ഫേസ് ബാങ്ക് മത്സരം, ഓരോ നേരത്തും ബാങ്ക് മത്സരം. ഒന്നേ അവിടെ ആവശ്യമുള്ളൂ. ഒരു ടൗണാണ്, 2 3 ഇപ്പോൾ വേണ്ടി വന്നേക്കാം. ആൾക്കാർക്ക് നിൽക്കാൻ സ്ഥലമല്ല. അതിനെ പറ്റിയല്ല പറയണത്. വെറുതെ വൈരാഗ്യം കൊണ്ട് കാണിച്ചു തരാം, ഞങ്ങളടുത്ത് പൈസ ഉണ്ടല്ലോ, ഞങ്ങളും കാട്ടിത്തരാം. ഇതിനൊക്കെ അള്ളാഹിൻ്റെ അടുത്ത് പൊരിഞ്ഞ അടിയായിരിക്കും, കൂലിയല്ല കിട്ടുക. മൻ ബനാ ലില്ലാഹി മസ്ജിദാ, നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി പള്ളിയെടുത്താൽ, എന്നിട്ട് വലൗ കമഫ്ഹസി ഖതാ, ഒരു പ്രാവിനിരിക്കാൻ പറ്റിയ സ്ഥലം. ഈ ടിഷ്യൂ പാക്കിന്റെ ഈ ഒരു നാപ്കിൻസ് പാക്ക്, ഇതിന്റെ ഈ ബോക്സിനുള്ളിൽ ഒരു പക്ഷിക്ക് ഇരിക്കാൻ പറ്റൂ അല്ലേ? നിങ്ങൾ ഉണ്ടാക്കുന്ന പള്ളിക്ക് ഇത്രയേ വലുപ്പുള്ളൂ, എന്നാലും അള്ളാഹ് സ്വർഗത്തിൽ കൊട്ടാരം തരും. നിങ്ങൾക്ക് അതേ പറ്റുള്ളൂ, നിങ്ങൾക്ക് അത്ര പൈസ ഉള്ളൂ, അപ്പൊ നിങ്ങൾ അതെടുത്തു. നിങ്ങൾ അത്ര ചെയ്താലും അള്ളാഹ് സ്വർഗത്തിൽ കൊട്ടാരം തരുന്ന. നിങ്ങൾക്ക് വലിയ പള്ളി എടുക്കാൻ പറ്റിയ വലിയ പള്ളി എടുക്കണം. ലക്ഷ്യം എന്താവണം? മൻ ബനാ ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി. എന്തിനല്ല? സംഘടനക്ക് വേണ്ടിയല്ല. എന്തിനല്ല? പരസ്പരം തമ്മിൽ തല്ലാനല്ല. എന്തിനല്ല? പരസ്പരം വേർപിരിക്കാനല്ല, അള്ളാഹ്ക്ക് വേണ്ടി. അങ്ങനെ നിങ്ങൾ ചെയ്താൽ സ്വർഗത്തിൽ അള്ളാഹു നിങ്ങൾക്ക് കൊട്ടാരം തരും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയം പടുത്തുയർത്തിയതിന്, അത് പടുത്തുയർത്തും പറഞ്ഞ വാക്കെന്താണ്? വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ. അങ്ങനെ പള്ളിന്റെ പണി നടക്കുമ്പോൾ ദുആ ഇറക്കണം. പള്ളി പണി കഴിഞ്ഞിട്ടല്ല ദുആ. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത്, പള്ളിയുടെ അസ്ഥിവാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടുത്തുയർത്തി കൊണ്ടിരിക്കുമ്പോൾ, പണി നടക്കുമ്പോൾ എന്താ ഇബ്രാഹിം നബി പറയുന്നത്? റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. ഖൽബിൽ നിന്ന് നിയ്യത്തതാണ്, അല്ലാഹുവേ നീ സ്വീകരിക്കണേ പടച്ചവനെ. നാട്ടുകാരെ സ്വീകരിച്ചാലും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നീ സ്വീകരിക്കണേ പടച്ചവനെ. അതാണ് മുഅ്മിനിന്റെ മനസ്സ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആകാശ ലോകത്ത് വിശ്രമിക്കുന്നതും അതേ കഅബാലയത്തിന്റെ മുകളിലുള്ള അൽ ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്ന 7ാം ആകാശത്തിലെ കഅബ. അല്ലാഹു
അതൊക്കെ മുഅ്മിനീങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. അല്ലാഹ് കാണിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവിടെ നിന്നാണ് പറഞ്ഞത്, നബിയെ ഉമ്മത്തികളോട് എൻ്റെ സലാം പറയണേ, ഉമ്മത്തികളോട് എൻ്റെ സലാം പറയണേ. എന്നിട്ട് പറയണം, സ്വർഗത്തിലേക്ക് ഈത്തപ്പനകൾ അവിടെ വെച്ച് പിടിപ്പിക്കാനുള്ള വിത്ത് ഞാൻ തരാം, അങ്ങയുടെ ഉമ്മത്തികൾക്ക് എൻ്റെ സമ്മാനമായി കൊടുക്കണേ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഗിറാസുൽ ജന്ന. ഇത് സ്വർഗത്തിന്റെ കൃഷിയാണെന്ന് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ടാണ് നമ്മുടെ ഇബ്രാഹിം നബി നമ്മൾ ഓർക്കുന്നത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم. അത്തഹിയാത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഓർക്കാതെ നിസ്കാരം പൂർത്തിയാവുന്നില്ല. ഇബ്രാഹിം നബി ഓർക്കാതെ നമ്മൾ അത്തഹിയാത്ത് ഓതുന്നില്ല. എന്തുകൊണ്ട്? എവിടേക്കാണോ നമ്മൾ ഈ അത്തഹിയാത്തിലും ഈ നിസ്കാരത്തിലും എങ്ങോട്ടാണോ നമ്മൾ മുന്നിട്ട് നിൽക്കുന്നത്, ആ ഭവനം പടുത്തുയർത്തിയത് ആരാ? ഈ നബിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ നബി ആരാണെന്നറിയുമോ? നമ്മുടെ റസൂലായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ വല്യാപ്പയാണത്. നമ്മുടെ നബിയുടെ വല്യപ്പയായി വരുന്ന ഇസ്മായിൽ നബിന്റെ ഉപ്പയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പൊ നമ്മുടെ ഹബീബിനെയും ഹബീബിന്റെ വല്യാപ്പനെയും ഓർക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലവാത്തുല്ലാഹി അലാ ജമീഇൽ അംബിയാ. ഇബ്രാഹിം അലൈഹിസ്സലാമുമായി നമ്മൾ അഭേദ്യമായ ബന്ധമുണ്ട്. സ്വർഗത്തിലേക്കുള്ള വിത്ത് നമ്മുടെ കൈകളിൽ തന്ന നബിയാണ്. നമ്മോട് സലാം പറഞ്ഞയച്ചിട്ടുണ്ട്. നമ്മുടെ റസൂലിനോട് പറയാ, നബിയേ, കാലാകാലങ്ങളിൽ വരാൻ പോകുന്ന അങ്ങയെ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളോട് ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, അറിയിച്ചു കൊടുക്കണേ. അല്ലാഹുവിന്റെ അംബിയാഇന്റെ ലോകത്തുകൂടെ, മലക്കുകളുടെ ലോകത്തുകൂടെ ഹബീബ് കടന്നു പോവുക. സിദ്റത്തുൽ മുൻതഹായെ കണ്ടു. ഇത് യഗ്ശസ്സിദ്റത മാ യഗ്ശാ, ഏഴാം ആകാശത്തിന്റെ അതിർത്തിയാണിത്. അൽ മുൻതഹ, ദ എൻഡ്, ലോട്ട് ട്രീ എന്നാണ് ഇതിനെ പറയുക. LOT, അൽ സിദ്റത്തുൽ മുൻതഹ. അതൊരു വൃക്ഷമാണ്. അതിന്റെ ഇല ആനയുടെ ചെവി പോലെയാണ് എന്ന് നബി നിങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ തങ്ങൾ ആനയെ കണ്ടിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ വിശദീകരിച്ചു. അതിന്റെ പഴവർഗത്തെ നബി തങ്ങൾ വിശദീകരിച്ചു. അതിന്റെ ഒരു ശിഖരത്തിന്റെ താഴെ നൂറുകണക്കിന് ആളുകൾക്ക് വിശ്രമിക്കാൻ കഴിയുമത്രേ. ആ വൃക്ഷത്തിന്റെ നിഴൽ അവസാനിക്കണമെങ്കിൽ 100 കൊല്ലം യാത്ര ചെയ്യണം വേഗതയുള്ള കുതിരപ്പുറത്ത്. അത്രക്ക് വലിയ വൃക്ഷമാണ്. അതിനെ അലങ്കാരം, അല്ലാഹുവിന്റെ തജല്ലി ആ വൃക്ഷത്തെ ആവരണം ചെയ്യുന്നതിന് വിധങ്ങൾ കണ്ടു. ഇത് സിദ്റയെ അങ്ങ് പൊതിഞ്ഞപ്പോൾ, അല്ലാഹു ഉദ്ദേശിച്ച ഭംഗി മുഴുവൻ അതിനെ ആവരണം ചെയ്തപ്പോൾ, സൂറത്തുൻ നജ്മ അതങ്ങ് കഴിഞ്ഞ് നബിതങ്ങളെ മലക്കുകൾ, മനുഷ്യരുടെ ഖദർ ഖലാഉകൾ എഴുതി വെക്കുന്ന മലക്കുകളുടെ പേനയുടെ ശബ്ദം ഞാൻ കേൾക്കുന്ന ഒരു സ്ഥാനത്തേക്ക് അല്ലാഹു എന്നെ ഉയർത്തി. ആകാശലോകത്ത്, ഇപ്പോൾ ആകാശലോകം പോട്ടെ, ഭൂമിയുടെ ഗ്രാവിറ്റിക്ക് പുറത്തേക്ക് കടന്നാൽ പിന്നെ ശബ്ദം കേൾക്കുക, ഒച്ചപ്പാടില്ല എന്നാണ്. ഭയങ്കര സൈലന്റാ സ്പേസ് സൈലന്റാണ്. എന്നാൽ ശബ്ദം കടന്നു പോകാൻ പറ്റുന്ന മീഡിയം അവിടെ ഇല്ല എന്നാണ്. പിന്നെ ആകാശത്തേക്ക് പോകുന്ന ആസ്ട്രോനോട്ട്സ്, ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാർ, അവർ സംസാരിക്കുന്നത് റേഡിയോ തരംഗങ്ങളിലൂടെ. റേഡിയോ തരംഗം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് വലിയ ഭാഗ്യം. അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാൻ പറ്റുക? ശബ്ദമല്ല, ശാന്തമാണ്, മനുഷ്യന് കേൾക്കുന്ന ശബ്ദമല്ല. പക്ഷെ മലക്കുകളുടെ ലോകം നിറഞ്ഞു നിൽക്കുകയാണ്. മലക്കുകളുടെ ലോകം നിറഞ്ഞു നിൽക്കാൻ. നബി തങ്ങൾ പറയുന്നു, അത്വ എന്ന് പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ഭാരം കൂടുമ്പോ. ഇപ്പൊ വണ്ടിയിലൊക്കെ ഓവർലോഡ് കൊടുത്താൽ വണ്ടിൻ്റെ ഉള്ളിൽ ഒരു സൗണ്ട് വരൂലേ, ഭാരം താങ്ങാൻ കഴിഞ്ഞായിട്ട്, ടയറിന്റെയും വീലിന്റെയും ഒക്കെ അതിൻ്റെ ഒരു സൗണ്ട്. അതിനാണ് അത്വ എന്ന് പറയാം. ആകാശം ഭാരം കൊണ്ട് ശബ്ദിക്കുകയാണ്. എല്ലാ ആകാശങ്ങളുടെയും അവസ്ഥ അതുതന്നെയാണ്. 4 വിരൽ വെക്കാനുള്ള സ്ഥലം ആകാശത്ത് ഒഴിഞ്ഞു കിടക്കുന്നില്ല. സുജൂദിലോ റുകൂഇലോ നിൽക്കുന്ന ഒരു മലക്കില്ലാത്ത 4 വിരൽ വെക്കാൻ പറ്റുന്ന സ്ഥലം ആകാശ ലോകത്ത് ഒഴിഞ്ഞു കിടക്കുന്നില്ല. അവിടെയൊക്കെ മലക്കുകളുണ്ട്. എന്നിട്ട് ഖിയാമത്ത് നാളാകുമ്പോൾ അവരെ പടച്ചത് മുതൽ ഒരു വിഭാഗം മലക്കുകൾ സുജൂദിൽ മാത്രമാണ്, വേറെ വിഭാഗം റുകൂഇൽ മാത്രമാണ്. ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ അല്ലാഹുവിന്റെ വിളിയാളം സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ അവര് തലയുയർത്തുന്നുണ്ട്. എന്നിട്ട് മലക്കുകൾ പറയുമത്രേ, സുബ്ഹാനക് മാ അബ്ദനാക ഹഖ്ഖ ഇബാദതിക്. അല്ലാഹുവേ, നീ പരിശുദ്ധനാണ് റബ്ബേ, നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ട വിധം ഞങ്ങൾ ആരും ചെയ്തില്ലല്ലോ, ഞങ്ങളെ കൊണ്ടായില്ലല്ലോ. ആരായി പറയണത്?
ജനിച്ചത് മുതൽ ആയിരക്കണക്കിന് കൊല്ലം സുജൂദിൽ കിടന്നിട്ട് പറയാ, റബ്ബേ ഞങ്ങൾ നിന്നെ ഇബാദത്ത് ചെയ്തത് ആയില്ല റബ്ബേ, മതിയായില്ല പടച്ചോനെ, ഇത്രയൊന്നും പോരല്ലോ. നമ്മൾ ഫർദ് നിസ്കരിച്ചാൽ ഭയങ്കര സംഭവം, 5 വക്ത് നിസ്കരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് അല്ലേ. നമുക്ക് സുന്നത്തില്ല, റവാത്തിബുകളില്ല, വിത്റില്ല, ദുആകളില്ല, ദിക്ർ, ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? ആകാശ ലോകങ്ങൾ പേടിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ 600 ചിറകുകളാൽ നബി തങ്ങൾ കണ്ടു. വലഖദ് റആഹു നസ്ലതൻ ഉഖറാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ. സിദ്റത്തുൽ മുൻതഹാന്റെ അരികത്തെത്തുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു 600 ചിറകുകളോടെ. 600 ചിറക്, ഒരു ചിറക് വിരിച്ചാൽ തന്നെ ചക്രവാളം നിറയുന്നതാണ്. അങ്ങനത്തെ 600 ചിറകുകൾ ആർക്ക്? ജിബ്രീൽ അലൈഹിസ്സലാമിന്. എന്നിട്ട് പറയാണ് ഫനദർതു ഇലൈഹി, 600 ചിറകുകളുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഫഇദാ ഹുവ കൽ ഹലസിൽ ബാലി, നുരുമ്പിയ ഒരു തുണിക്കഷ്ണം പോലെ, നുരുമ്പിയ തുണിക്കഷ്ണം പോലെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുഖം ഞാൻ കണ്ടു. എന്തുകൊണ്ടെന്നറിയോ? അള്ളാഹുവിന്റെ മഹത്വം കണ്ട് പേടിച്ചിട്ട്. 600 ചിറകുണ്ട്, പക്ഷേ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച തുണി പോലെ കിടക്കുക, പേടിച്ചിട്ട്. ഹബീബായ നബിയോട് ഇനി പറയാൻ പോകുന്ന വാക്കുകൾ, റസൂലേ അങ്ങ് ഇവിടെ നിന്ന് കടന്നു പോകണം, ഇനി ഞാൻ എങ്ങാനും വന്നാൽ എന്റെ ചിറക് കരിഞ്ഞു പോകും. വമാ മിന്നാ ഇല്ലാ ലഹു മഖാമും മഅലൂം. ഞങ്ങൾ ഓരോ മലക്കിനും അല്ലാഹു ചില ബൗണ്ടറി വെച്ചിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് നബിയെ ദഅനി തഖദ്ദം ഹത്താ ലിബഹരിൻ നൂരി ജിബ്രീലുൻ വഖഫ് ഫീ ശത്വിഹി ഗുർബൻ ഫവദ്ദഅ വഹതഫ് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് أبشر تناجي ربك القيوما صلوا عليه وسلموا تسليما. മലക്കുകളുടെ സ്വഭാവത്തിലൂടെ നബിതങ്ങൾ കടന്നുപോയി. 3 മർഹലയാണ് മിഅ്റാജിന്റെ മർഹല. 1 നബിതങ്ങൾ ബഷറായിരിക്കെ തങ്ങളുടെ മനുഷ്യത്വം എന്ന ഹബീബിന്റെ ബഷരീയത്തിന്റെ സ്വഭാവത്തോടുകൂടെ ലിനുരിയഹു മിൻ ആയാതിന, ആ ബഷരീയത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ അല്ലാഹു നബിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ മലക്കുകളുടെ സ്വഭാവത്തിലേക്ക് വന്നു. മലക്കുകളെ നബിതങ്ങൾ നേരിട്ട് കണ്ടു, അവരുമായി സംവദിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പോകാൻ പറ്റാത്ത സ്ഥാനത്തുകൂടെ അള്ളാഹുവിന്റെ ഹബീബ് യാത്ര ചെയ്യാൻ പോവാണ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെയും മീതേക്ക് പോവാൻ. അവിടെ നബിതങ്ങളെ പറ്റി എന്താ അള്ളാഹു പറഞ്ഞത്? മാ കദബൽ ഫുആദു മാ റആ, നബി കണ്ടതാണ്. മാ അറൈനാഹു, നാം കാണിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞില്ല അവിടെ. മാ റആ, ദുനിയാവിലെ യാത്രയിൽ അള്ളാഹു പറഞ്ഞു ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. ആകാശത്തേക്ക് എത്തുമ്പോഴേക്കും സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞുള്ള യാത്രയിൽ ഹബീബായ നബിതങ്ങളിൽ അള്ളാഹു വരുത്തിയ ഒരു മാറ്റമുണ്ട്. ആ പരിശുദ്ധമായ ശരീരത്തിൽ അവിടുന്ന് നേർക്കുനേരെ കാണുകയായിരുന്നു കാര്യങ്ങൾ. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹി അൽ കുബ്റാ. ആയത്തിനെ വളരെ ഗൗരവത്തോടുകൂടെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് നബി തങ്ങൾ കണ്ടത്. ആ ദൃഷ്ടാന്തത്തിന്റെ വിശദീകരണമല്ല അൽ കുബ്റാ, വണ്ണമായ മഹത്വമുള്ള വലിയ വലിയത് എന്നത് അല്ല. പിന്നെയോ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മുഴുവൻ വലുത് തന്നെയാണ്. സിദ്റത്തുൽ മുൻതഹ വലുതാണ്, സ്വരീഫുൽ അഖ്ലാമിന്റെ സ്ഥാനം വലുതാണ്, ജന്നത്തും നാറും വലുതാണ്. അങ്ങനെയാണെങ്കിൽ ആ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളിൽ വെച്ചുകൊണ്ട് അൽ ആയത്തുൽ കുബ്ര എന്നാണ് അവിടെ അതിന്റെ മൗസൂഫ് കളയപ്പെട്ടതാണ് അത്രേ. അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തം നബിതങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറയുന്നത് ഹബീബായ നബിതങ്ങൾ അള്ളാഹുവിന്റെ ദർശനം നടത്തി എന്നാണ് അത്രേ. അള്ളാഹുവിന്റെ ദർശനം നടത്തിയതിന്റെ അടയാളമാണ്, അതിന്റെ നിദർശനമാണ്, തെളിവാണ്. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ എന്ന് അല്ലാമത്തുൽ മർഹൂം മഹാനായ മുതവല്ലി ശഅറാവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതൊരു ഫഹ്മാണ്, അത് വല്ലാത്തൊരു അറിവാണ്. അതിനൊന്നും കൗണ്ടർ ചെയ്യാൻ നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും പറ്റില്ല. അതൊരു ഫഹ്മാണ്. ഔ ഫഹ്മൻ യുഅ്തൽ അബ്ദു ഫീ കിതാബില്ലാഹ് എന്ന് അലി തങ്ങൾ പറഞ്ഞ പോലെ മുതവല്ലി ശഅറാവി തങ്ങളുടെ വല്ലാത്തൊരു ഫഹ്മാണത്. ഖവാത്തിർ എന്ന ഒരു തഫ്സീർ തന്നെ പറയാ. ഖവാത്തിറുകളാണ് കൽബിൽ അല്ലാഹു തോന്നിപ്പിച്ചു കൊടുക്കുന്നത്. ഭയങ്കര അത്ഭുതമാണ്. അള്ളാഹുവിനെ കണ്ടു എന്നതിന്റെ സൂചനയാണ് അത്രയത്. കണ്ടു കണ്ടില്ല എന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഉലമായിൽ ഇരിക്കട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സന്നിധാനത്തേക്ക് ചൊല്ലുകയും
അള്ളാഹുമായി സംസാരിക്കുകയും അള്ളാഹുവിന്റെ തിരുദർശനം അവിടുത്തെ സാധ്യമാക്കി കൊടുക്കുകയും ചെയ്തു എന്ന് ബഹുഭൂരിപക്ഷം ആലിമീങ്ങൾ പറയുമ്പോൾ അത് മുഖത്തെ കണ്ണുകൊണ്ടാണോ ഖൽബിലെ കണ്ടുകൊണ്ടാണോ എന്ന ഒരു ചർച്ചയെ അവിടെ നടക്കുന്നുള്ളൂ. അല്ലാതെ കണ്ടിട്ടില്ല എന്ന ഭാഗത്ത് കാര്യമായ ചർച്ചയില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസാണ് അതിന് തെളിവ് പറയാ. അതിന് കൗണ്ടറായി ഇബ്നു അബ്ബാസ് തങ്ങൾ തന്നെ മറുപടി പറയുന്നുണ്ട്. ലാ തുദ്രികുൽ അബ്സ്വാർ, അള്ളാഹുവിനെ കണ്ണുകൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്നല്ലേ പറയുന്നത്. അപ്പൊ നബി തങ്ങൾ കണ്ടിരിക്കാൻ ഇടയില്ല എന്ന് ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് ബീവിയുടെ ഇജ്തിഹാദാണ്. ഒരിക്കലും അവരെ നമ്മൾ കുറ്റപ്പെടുത്തുക പാടുള്ളതല്ല. ഹഷാ ലഹാ, അവരൊക്കെ ഇജ്തിഹാദ് ചെയ്തു, അള്ളാഹു അവർക്ക് കൂലി കൊടുക്കും. ഇപ്പുറത്ത് ആരാധന കൗണ്ടറായി പറയുന്നത് മഹാനായ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതേ ആയത്ത തെളിവ്. വഹുവ യുദ്രികുൽ അബ്സ്വാർ, കണ്ണുകൾക്ക് അല്ലാഹുവിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല, എന്നാൽ കണ്ണുകളെ കീഴ്പ്പെടുത്താൻ കഴിയുന്നവനല്ലേ അല്ലാഹു. കാണുന്നതിനെ കാണാതെയാക്കാനും കാണാത്തതിനെ കാണിച്ചു കൊടുക്കാനും അള്ളാഹ്ക്ക് എന്ത് പ്രയാസമാണുള്ളത്. അതുകൊണ്ട് തന്നെ ലഖദ് റആ മുഹമ്മദുൻ റബ്ബഹു മർറതൈൻ. മാഷാ അല്ലാഹ്, അവിടുന്ന് കൊടുത്ത സമ്മാനമാണ് നമ്മുടെ 5 നേരത്തെ നിസ്കാരം. അവിടുന്ന് കൊടുത്ത സമ്മാനം. നോമ്പ് റമളാൻ വരാൻ റജബ് 27, റമളാൻ വരാ ശഅബാൻ കഴിഞ്ഞ. റമളാൻ കൊടുത്തത് ഭൂമിയിലാണ്. സകാത്ത് നിർബന്ധമായത് ഇവിടെയാണ്, ഭൂമി മദീനയിലാണ്. ഹജ്ജ് നിർബന്ധമായത് മദീനയിലാണ്. പക്ഷെ നിസ്കാര നിർബന്ധമായത് എവിടെയാ? ആകാശ ലോകങ്ങൾക്കപ്പുറം. സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിന്റെ അരികത്ത് കൂടെ കടന്നു വന്ന് 9 തവണ 50 വക്ത് കൊടുത്തത് 5ആയി ചുരുക്കിയിട്ടാണ് വരുന്നത്. എന്നിട്ട് പറഞ്ഞു തിൽക ഖംസുൻ ബിഖംസീൻ, 5 നിസ്കാരം 50ന്റെ കൂലിയാണ്. നഷ്ടപ്പെടുത്തല്ലേ, നഷ്ടപ്പെടുത്തല്ലേ. അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ പറഞ്ഞ അസ്വലാ വമാ മലക്കത് അയ്മാനുകും, അസ്വലാ, നിങ്ങൾ നിസ്കാരം ശ്രദ്ധിക്കണേ, നിസ്കാരം ഒഴിവാക്കരുതേ. നിങ്ങളുടെ ഭാര്യമാരെ നോക്കണേ, നിങ്ങളെ അടിമകളെ ശ്രദ്ധിക്കണമേ, അവരോട് കരുണ ചെയ്യണേ. ഇത് പറഞ്ഞിട്ടാണ് നിങ്ങൾ വഫാത്താകുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇന്റെ അവസാനത്തെ വാക്ക് അത് അസ്വലാ, നിസ്കാരങ്ങൾ ഒഴിവാക്കല്ലേ. അത് നമ്മളും അല്ലാഹുവും തമ്മിലുള്ള പിടിക്കയറാണ്. കാന റസൂലുള്ളാഹി, ഞാൻ അവസാനിപ്പിക്കാൻ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇല സ്വലാഹ്, ഒരു ടെൻഷൻ വന്നാൽ നബി തങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കും. ഒരു പ്രയാസം വന്നാൽ 2 റക്അത്ത് നിസ്കരിക്കും. നമ്മളോ പനഡോൾ അടിക്കും അല്ലേ? വിഷമം വന്നാൽ വിഷമം വന്നാൽ അസുഖം ഉണ്ടെങ്കിൽ പെൻഡോളോ കഴിച്ചോ, പാരസെറ്റമോളോ കഴിച്ചോ. പക്ഷേ ടെൻഷൻ മരുന്ന് കുടിക്കുന്ന എന്തിന്? എങ്ങനെ? അള്ളാഹുവിന്റെ മുമ്പിൽ തവക്കുലും യഖീനുമുള്ളൊരു മുഅ്മിനായ മനുഷ്യൻ എന്തിനായി ടെൻഷൻ അടിക്കണത്? എല്ലാം അള്ളാഹുവിന്റെ കയ്യിലല്ലേ. തവക്കുൽ എന്ന് പറയുന്ന സംഗതി ഏറ്റവും വലിയ മരുന്നല്ലേ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിജയത്തിൻ്റെ അടയാളം തന്നതാണ് നിസ്കാരം. അല്ലാഹു തആല അത് നിലർത്തി കൊണ്ടുപോകാൻ തൗഫീക്ക് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കാൻ, നാളെ എന്തായാലും അവിടെ ഉപ്പളയിൽ പരിപാടിയുണ്ട്, അവിടെ പള്ളിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ ഈ മിറാജിൻ്റെ നിസ്കാര ഭാഗം ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് സമയം നീണ്ടുപോകും. അള്ളാഹു നമ്മൾ കേട്ടതും പറഞ്ഞതൊക്കെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വഹബീബിനാ മുഹമ്മദ്. അല്ലാഹുവേ, മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ് നിസ്കാരം എന്നല്ലേ നബി തങ്ങൾ പഠിപ്പിച്ചത്. ഞങ്ങളുടെ നിസ്കാരത്തിൽ അല്ലാഹുവേ നിന്നെ മനസ്സുകൊണ്ട് ഓർത്ത് നിസ്കരിക്കുന്ന നിസ്കാരം നൽകണേ റബ്ബേ. അല്ലാഹു, ഈ ഉമ്മത്തിന്റെ അടയാളമാണ്, ഞങ്ങളുടെ പിടിക്കയറാണ്, ഞങ്ങളുടെ ശിആറാണ്, ഞങ്ങളുടെ റുക്നാണ്. ആ റുക്ന് നഷ്ടപ്പെടാതെ കാക്കണേ റബ്ബേ. അല്ലാഹുമ്മ ജഅൽനാ മിൻ മുഖീമിസ് സ്വലാഹ്, നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ.